സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ അയ്യന്തോൾ മാർക്കറ്റിന് സമീപമുണ്ടായ അപകടത്തിൽ ബസ് തലയിൽ കൂടി കയറി ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. ഫെഡറൽ ബാങ്ക് കുന്നംകുളം ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജർ എൽത്തുരുത്ത് ലാലൂർ സ്വദേശി 32 വയസ്സുള്ള ആബേലാണ് മരിച്ചത്. സംഭവത്തിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടി. ചൂണ്ടൽ ചിറപ്പറമ്പിൽ നിന്നും ലക്ഷങ്ങളുമായി വൻ ചീട്ടുകളി സംഘത്തെ പിടികൂടി. 16 പേരടങ്ങുന്ന സംഘത്തിൽ നിന്ന് 17,70,000-ലധികം രൂപയും മൊബൈൽ ഫോണുകളും പോലീസ് സംഘം പിടിച്ചെടുത്തു. ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച് കേരളത്തെ പട്ടിണിയിലാക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് AIYF ദേശീയ കൌൺസിൽ അംഗം പ്രസാദ് പരേരി. ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച AIYF തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുരിയച്ചിറയിലെ സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പ്രസാദ് പരേരി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൃശൂർ അയ്യന്തോൾ മാർക്കറ്റിന് സമീപമുണ്ടായ അപകടത്തിൽ ബസ് തലയിൽ കൂടിക്കയറി ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. ഫെഡറൽ ബാങ്ക് കുന്നംകുളം ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജർ എൽത്തുരുത്ത് ലാലൂർ സ്വദേശി 32 വയസ്സുള്ള ആബേലാണ് മരിച്ചത്. സംഭവത്തിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടി. ശനിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. പുഴയ്ക്കൽ ഭാഗത്തേക്ക് ബൈക്കിൽ പോയിരുന്ന ആബേൽ ചാക്കോ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചപ്പോൾ ഇടതുഭാഗത്തേക്ക് വീഴുകയും തലയിൽ കൂടി ബസ് കയറുകയുമായിരുന്നു. തെന്നിവീണ ശേഷം എതിർഭാഗത്തു നിന്ന് വന്ന സ്കൂട്ടറിൽ തട്ടുകയും ചെയ്തു. ഹെൽമറ്റ് ധരിച്ചിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഫെഡറൽ ബാങ്ക് ജീവനക്കാരനായ ആബേൽ ഓഫീസിലേക്ക് പോകും വഴിയാണ് അപകടം. കുന്നംകുളത്തേക്ക് പോകുന്ന ആര്യ എന്ന ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. തുടർന്ന് നാട്ടുകാർ വാഹനങ്ങൾ തടഞ്ഞ് റോഡ് ഉപരോധിച്ചു. ശേഷം അതിരൂക്ഷമായ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെയും BJPയുടെയും ഭാഗത്തുനിന്നും ഉണ്ടായത്. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൌൺസിലർമാരും നേതാക്കളും പ്രവർത്തകരും റോഡിലിരുന്ന് പ്രതിഷേധിച്ചു. ആഴ്ചകൾക്കിടെ രണ്ടാമത്തെ ജീവനാണ് റോഡിലെ കുഴിയിൽ പൊലിയുന്നതെന്നും റോഡ് നന്നാക്കാൻ നടപടിയെടുക്കാത്ത മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു. BJP തൃശൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോന്റെ നേതൃത്വത്തിലാണ് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് നന്നാക്കാത്ത കോർപ്പറേഷന്റെ അനാസ്ഥയിൽ വീണ്ടുമൊരു ജീവൻ കൂടി പൊലിഞ്ഞതിന് മേയറാണ് ഉത്തരവാദി. മേയർക്കെതിരെ കേസെടുക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരവുമായി BJP മുന്നോട്ടു പോകുമെന്നും രഘുനാഥ് സി മേനോൻ പറഞ്ഞു. കോർപ്പറേഷൻ കൌൺസിലർമാരായ N പ്രസാദ്, ഡോക്ടർ V ആതിര, എറണാകുളം മേഖലാ പ്രസിഡന്റ് A നാഗേഷ്, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് മേനോൻ, ജില്ലാ മീഡിയ കൺവീനർ ദിനേഷ് കുമാർ കരിപ്പേരിൽ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ മുരളിനാഥ്, കൃഷ്ണമോഹൻ, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. റോഡ് ഉപരോധിച്ച കോൺഗ്രസ് BJP പ്രവർത്തകരെയും നേതാക്കളെയും ടൗൺ വെസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടയിലും പ്രവർത്തകർ പോലീസിനെ ശക്തമായി പ്രതിരോധിക്കാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തൃശൂർ MG റോഡിലും സമാനമായ അപകടത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അപകടങ്ങളെ തുടർന്ന് കോർപ്പറേഷനിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം വ്യാപകമാണ്. പുന്നയൂർ പഞ്ചായത്ത് 72 കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണം 2025 ജൂലൈ 28 തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ വിതരണം ചെയ്യും. ഗ്രാമപഞ്ചായത്തിലെ എടക്കഴിയൂർ ഫിഷറീസ് കോളനിയിലെ 15 കുടുംബങ്ങൾക്കും അകലാട് മൂന്നേനിലെ 45 കുടുംബങ്ങൾക്കും മറ്റു പ്രദേശങ്ങളിലെ 12 കുടുംബങ്ങൾക്കും ഉൾപ്പെടെ 72 കുടുംബങ്ങൾക്കാണ് പട്ടയം വിതരണം ചെയ്യുന്നത്. അകലാട് അൽസാക്കി മെഹന്തി ഗാർഡനിൽ നടത്തുന്ന യോഗത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അറിയിച്ചു. ചൂണ്ടൽ ചിറപ്പറമ്പിൽ നിന്നും ലക്ഷങ്ങളുമായി വൻ ചീട്ടുകളി സംഘത്തെ പിടികൂടി. 16 പേരടങ്ങുന്ന സംഘത്തിൽ നിന്ന് 17,70,000-ലധികം രൂപയും മൊബൈൽ ഫോണുകളും പോലീസ് സംഘം പിടിച്ചെടുത്തു. ചൂണ്ടൽ ചിറപ്പറമ്പ് ട്യൂബ്ലൈറ്റ് റോഡിൽ പ്രദേശവാസിയായ മണികണ്ഠന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്നാണ് ചീട്ടുകളി സംഘത്തെ പിടികൂടിയത്. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ D വൈശാഖിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ACP CR സന്തോഷിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് ചീട്ടുകളി സംഘം പിടിയിലായത്. കണ്ണൂർ, പാലക്കാട്, മലപ്പുറം, തൃശൂർ തുടങ്ങി വിവിധ ജില്ലകളിൽ നിന്നും എത്തിയവരാണ് ഇവിടെ ചീട്ടുകളി നടത്തിയിരുന്നത്. ഡാൻസ് ഓഫ് സംഘം കുറച്ചു ദിവസമായി ഇവിടെ നിരീക്ഷിച്ചു വരികയായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് വീട് വളഞ്ഞ് ചീട്ട് കളിക്കുന്നതിനായി എത്തിയ 16 അംഗ സംഘത്തെ കസ്റ്റഡിയിലെടുത്തത്.
19 മൊബൈൽ ഫോണും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് സംഘവും കുന്നംകുളം പോലീസും ചേർന്നാണ് സംഘത്തെ പിടികൂടിയത്. സംഘാംഗങ്ങളുടെ വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സുകുമാരൻ, CPOമാരായ അനീഷ്, രവി, അഖിൽ കൃഷ്ണ, സുഗതൻ, സുനിൽ, കണ്ണൻ, കബീർ, പ്രവീൺ എന്നിവരും ചീട്ടുകളിക്കാരെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. സമീപകാലത്ത് പോലീസ് പിടികൂടിയ ഏറ്റവും വലിയ തുകയാണ് ചീട്ടുകളി സംഘത്തിൽ നിന്നും കണ്ടെടുത്തത്. ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച കടവല്ലൂർ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ വിപുലമായ ഉദ്ഘാടനത്തിന് 251 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ഓഗസ്റ്റ് 2 വൈകിട്ട് 5 മണിക്ക് ഉദ്ഘാടനം നടത്തുവാൻ തീരുമാനിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ പ്രസിഡന്റ് PI രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജയകുമാർ, പ്രഭാത്, ബിന്ദു, വിവിധ വാർഡ് മെമ്പർമാർ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ ചെയർമാനായും സെക്രട്ടറി രേഖ കൺവീനറായും രൂപീകരിച്ച 251 അംഗ കമ്മിറ്റിയിൽ നിന്നും വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ സ്വാഗതവും സെക്രട്ടറി KR രേഖ നന്ദിയും പറഞ്ഞു. കർക്കടക മാസാചരണത്തിന്റെ ഭാഗമായി കിഴൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. ശനിയാഴ്ച രാവിലെ 6 മണിക്ക് ക്ഷേത്രത്തിന് പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഹോമകുണ്ഡത്തിൽ മഹാഗണപതി ഹോമം ക്ഷേത്രം തന്ത്രി പോർക്കുളം കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. തുടർന്ന് 9 ഗജപൂജയും ആനയൂട്ടും ആരംഭിച്ചു. കുന്നംകുളം നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, ഗജവീരൻ ചെമ്പൂക്കാവ് വിജയ് കണ്ണന് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ സജിനി പ്രേമൻ, ദേവസ്വം ഓഫീസർ അഖിൽ നന്ദകുമാർ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PJ റോയ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ആനയൂട്ടിൽ 25 ആനകൾ പങ്കെടുത്തു. ആനയൂട്ടിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്ക് ഗണപതി ഹോമത്തിന്റെ പ്രസാദവും ഊട്ടുപുരയിൽ പ്രഭാത ഭക്ഷണവും ഉണ്ടായിരുന്നു. കിഴൂർ ശ്രീകാർത്യായനി ദേവീക്ഷേത്ര സംയുക്ത ഉത്സവ സമിതിയുടെ സഹകരണത്തോടെ നടന്ന ആനയൂട്ടിൽ നിരവധി പൂരാഘോഷ കമ്മിറ്റികൾ പങ്കെടുത്തു. സംഘാടക സമിതി ഭാരവാഹികളായ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PJ റോയ്, സെക്രട്ടറി VV വിമൽ, ട്രഷറർ അഖിൽ നന്ദകുമാർ, ജനറൽ കൺവീനർ C പ്രവീൺകുമാർ എന്നിവർ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. കടപ്പുറം പഞ്ചായത്തിൽ 9ാം വാർഡിലെ ജാറം ഭാഗത്തും കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ പരിസരത്തും പുഴഭിത്തി നിർമ്മിക്കുന്നതിന് 82 ലക്ഷം രൂപ അനുവദിച്ചതായി NK അക്ബർ MLA അറിയിച്ചു. ജാറം ഭാഗത്തും മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന്റെ സമീപത്തും ചേറ്റുവ പുഴയിൽ നിന്നും വെള്ളം കയറുന്നതിന് ഇതോടെ പരിഹാരമാകും. NK അക്ബർ MLAയുടെ ആവശ്യപ്രകാരമാണ് ഇറിഗേഷൻ വകുപ്പ് തുക അനുവദിച്ചത്. പ്രദേശത്തെ ജനങ്ങളുടെ ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു പുഴഭിത്തി നിർമ്മാണം. UDF പാലയൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. വർഷങ്ങളായി മാലിന്യ ദുരിതം അനുഭവിക്കുന്ന പാലയൂർ പ്രദേശവാസികളുടെ വിഷയത്തിൽ ചാവക്കാട് നഗരസഭ 13ാം വാർഡ് കൌൺസിലറുടെ മൗനം പ്രദേശവാസികളോടുള്ള വെല്ലുവിളിയാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത ചാവക്കാട് നഗരസഭ പ്രതിപക്ഷ നേതാവ് KV സത്താർ പറഞ്ഞു. ദസ്തഗീർ മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. 14ാം വാർഡ് കൌൺസിലർ സുപ്രിയ രാമചന്ദ്രൻ, UDF നേതാക്കളായ ലത്തീഫ് പാലയൂർ, PM അനസ്, PV പീറ്റർ, PV മനാഫ്, സുഭാഷ് പൂക്കാട്ട്, ആസിഫ് വലിയകത്ത്, AT മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ചക്കങ്കണ്ടം പാലത്തിൽ നിന്ന് ആരംഭിച്ച നൈറ്റ് മാർച്ചിൽ 100ഓളം പേർ പ്രതിഷേധ ചൂട്ടുമായി പങ്കെടുത്തു. H ആരിഫ് സ്വാഗതവും അനീഷ് പാലയൂർ നന്ദിയും പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ പുന്നേർകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. മണ്ഡലം പ്രസിഡന്റ് PP ബാബുവിന്റെ അധ്യക്ഷതയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കൂടിയായ P ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. DCC സെക്രട്ടറി AM അലാവുദ്ദീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കുന്നംകാട്ടയിൽ അബൂബക്കർ, ചോ മുഹമ്മദ് ഉണ്ണി, P രാജൻ, രാമദാസ് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ പങ്കെടുത്തു. ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച് കേരളത്തെ പട്ടിണിയിലാക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് AIYF ദേശീയ കൌൺസിൽ അംഗം പ്രസാദ് പറേരി. ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച് കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് AIYF തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുരിയച്ചിറയിലെ സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണക്കാലത്ത് അധികമായി 5 കിലോ അരി വിതരണം ചെയ്യണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ നിഷ്കരണം തള്ളിയിരിക്കുന്നു. പണം കൊടുത്ത് അരി വാങ്ങാൻ കഴിവുള്ളവരുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണെന്നാണ് കേന്ദ്രത്തിന്റെ ന്യായം. ആവശ്യമെങ്കിൽ അധിക വില നൽകി വാങ്ങിക്കൊള്ളാനാണ് നിർദ്ദേശം. തികച്ചും ജനദ്രോഹപരമായ ഈ നിലപാടിന് പിന്നിൽ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നുമല്ലെന്നും പ്രസാദ് പറേരി പറഞ്ഞു. ജനങ്ങളുടെ നിലനിൽപ്പിനുള്ള ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്തവും കേന്ദ്ര സർക്കാർ സൗകര്യപൂർവ്വം മറക്കുകയാണ്.
കേരളത്തിന്റെ പ്രധാന ഭക്ഷ്യവിഭവമായ അരിയുടെ വിലക്കയറ്റം ജനങ്ങളെയൊക്കെ സാമ്പത്തികമായി ഉലയ്ക്കും. അത് ജനരോഷത്തിനിടയാക്കുകയും അവർ സംസ്ഥാന സർക്കാരിനെതിരെ തിരിയുകയും ചെയ്യും എന്ന കണക്കുകൂട്ടലിലാണ് NDA ഗവൺമെന്റിന്റെ ഈ ജനദ്രോഹ നിലപാട് എന്നും ഉദ്ഘാടകൻ കൂട്ടിച്ചേർത്തു. AIF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷത വഹിച്ചു. AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KA അഖിലേഷ്, ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കനിഷ്കൻ വല്ലൂർ, VK വിനീഷ്, TP സുനിൽ, KA അഭിറാം എന്നിവർ സംസാരിച്ചു. ഒരുമനയൂരിലെ യുവജന ക്ലബ്ബുകളോടുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ അവഗണന അവസാനിപ്പിക്കുക, സ്പോർട്സ് കിറ്റ് എവിടെ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി യൂത്ത് കോൺഗ്രസ് ഒരുമനയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും യുവജന ധർണയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നിഖിൽ G കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ചാക്കോ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം നേതാക്കളായ സാന്ദ്ര കൊച്ചു, മേഘ സേവിയർ, മനു ആന്റോ, ചാൾസ് ചാക്കോ, OU വിഷ്ണു, KSU മണ്ഡലം ഭാരവാഹികൾ, കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. അവരെ ആ ക്ലബ്ബുകൾക്ക് കായികപരമായി പ്രചോദനം നൽകുന്നതിന് വേണ്ടി, പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് നഗരസഭാ പ്രദേശങ്ങളിലുള്ള ഇത്തരത്തിലുള്ള ക്ലബ്ബുകൾക്കും ഏറ്റവും മിനിമമായ സ്പോർട്സ് കിറ്റ് ലഭ്യമാക്കിക്കൊണ്ട് അവരെ അതിൽ പ്രോത്സാഹനം നൽകുന്ന ഒരു ഭരണ സംവിധാനം വിവിധ ഇടങ്ങളിൽ മണ്ഡലം പ്രസിഡന്റ് തന്നെ സൂചിപ്പിച്ചു. തൊട്ടടുത്ത കടപ്പുറം പഞ്ചായത്തിൽ 50-ലധികം ക്ലബ്ബുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കടപ്പുറം പഞ്ചായത്തിന് കീഴിൽ പോലും വലിയ തുക ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് സ്പോർട്സ് കിറ്റുകൾ ലഭ്യമാക്കിയ 6 മക്കളുണ്ടായിട്ടും അനാഥൻ. തുടയില് തകർന്ന 80-കാരൻ പരിചരിക്കാൻ ആളില്ലാതെ വേദന തിന്ന് ബുദ്ധിമുട്ടുന്നു. പട്ടിത്തറ പഞ്ചായത്തിലെ കരിയംപറമ്പ് 4 സെന്റ് ഗ്രാമത്തിൽ തുറക്കപ്പറമ്പിൽ കുഞ്ഞിക്കോയെയാണ് വീഴ്ചയിൽ വേദനകളോട് മല്ലിട്ട് ജീവിതം തള്ളി നിൽക്കുന്നത്. സുമനസ്സുകളുടെ കാരുണ്യം തേടുകയാണ് ഈ 80-കാരൻ. മൂന്ന് ദിവസം മുമ്പ് തന്റെ വീടിനോട് ചേർന്ന് വീണ മരം വെട്ടി മാറ്റുന്നതിനിടെയാണ് കുഞ്ഞിക്കോയ തെന്നി വീണത്. തുടർന്ന് സമീപത്തെ ബന്ധുക്കൾ ചേർന്ന് ആലൂരിലെ സ്വകാര്യ ക്ലിനിക്കിൽ എത്തിച്ചു. അവിടെ നടന്ന പരിശോധനയിലാണ് തുടയെല്ല് പൊട്ടിയതായി കണ്ടെത്തിയത്. ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. എന്നാൽ ആശുപത്രിയിൽ പരിചരിക്കാൻ ആളില്ലാത്തതിനാൽ കുഞ്ഞിക്കോയയെ സ്വകാര്യ ക്ലിനിക്കിൽ നിന്നും തിരികെ വീട്ടിലേക്ക് തന്നെ മാറ്റി. നിലവിൽ വിണ്ടുകീറിയ മൺചുമരുകളും ഏതു നിമിഷവും തകർന്നു വീഴാറായ മേൽക്കൂരയുമുള്ള വീട്ടിലെ ഇരുട്ടുമുറിയിൽ ഓരോ നിമിഷവും വേദനയോട് മല്ലിട്ട് ജീവിതം തള്ളി നീക്കുകയാണ് ഇയാൾ. എങ്ങനെ നല്ല വേദന ഉണ്ടോ? മൂന്ന് ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായിട്ടും തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്തതാണ് കുഞ്ഞിക്കോയയുടെ ദുർവിധി. പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ പരസഹായം വേണമെന്നിരിക്കെ സമീപവാസികളുടെയും മറ്റും കരുണയിലാണ് കഴിക്കാൻ ഭക്ഷണം നൽകി വരുന്നത്. ആൾക്കാരൊന്നുമില്ല, ബന്ധുക്കളൊന്നും ഇല്ല. മക്കളൊക്കെ ഉണ്ട്, 8-9 മക്കളൊക്കെ ഉണ്ട്. അവരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ കിടപ്പ് തന്നെയാണ്. അതിൻ്റെ ബന്ധുക്കളൊക്കെ വന്നിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊരു ഇടിഞ്ഞു പൊളിഞ്ഞ വീഴാറായിട്ടുള്ളൊരു വീടാണ്. എപ്പോഴത് വീഴാന്നറിയില്ല, അതിനുള്ളിലാണ് മൂപ്പര് കിടപ്പ്. ഓരോ മണിക്കൂറുകൾ വൈകുമ്പോഴും പൊട്ടിയ തുടയെല്ലിനായുള്ള ചികിത്സാ സാധ്യതകളും കുറഞ്ഞുവരികയാണ്. പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് P ബാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാവ മാളിയേക്കൽ എന്നിവർ വീട്ടിലെത്തി കുഞ്ഞിക്കോയയെ സന്ദർശിച്ചു. ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ ഇവർ തയ്യാറാണെങ്കിലും ആശുപത്രിയിൽ കൂട്ടിരിക്കാൻ ആളില്ലാത്തതാണ് തുടർ ചികിത്സയെ പ്രതിസന്ധിയിലാക്കുന്നത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തകർന്നു വീഴാറായ വീടിന് മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. 6 മക്കളുണ്ടായിട്ടും അനാഥ ജീവിതം നയിക്കുന്ന കുഞ്ഞിക്കയെ സഹായിക്കാൻ സുമനസ്സുള്ളവർ എത്തുമെന്ന പ്രതീക്ഷ മാത്രമാണിനി ബാക്കി. മക്കൾക്ക് വിളിച്ചു നോക്കി, അപ്പോൾ മക്കൾ പറഞ്ഞ് ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല,
വേറെ ആളിച്ച് വിളിച്ചോളി എന്നാണ് മക്കൾ പറഞ്ഞത്. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. ഇതെന്തായാലും പൊളിഞ്ഞു വീകാറായിരിക്കണം വീട്. അടുത്തുള്ള വീട്ടിൽ നിന്നാണ് ഞമ്മളിനൊക്കെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. ചാവക്കാട് ചേറ്റുവ ദേശീയപാത ഉടൻ സഞ്ചാരയോഗ്യമാക്കുക എന്ന ആവശ്യമുന്നയിച്ച് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ ധർണ സംഘടിപ്പിച്ചു. ചാവക്കാട് തെക്കേ ബൈപ്പാസിൽ നടന്ന ധർണ ഗുരുവായൂർ നഗരസഭാ ചെയർമാനും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AH അക്ബർ, MR രാധാകൃഷ്ണൻ, മാലിക്കുളം അബ്ബാസ്, CPI ലോക്കൽ സെക്രട്ടറി AA ശിവദാസൻ, ലോക്കൽ സെക്രട്ടറിമാരായ PS അശോകൻ, A മഹേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥയിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി മത്സര പരിപാടികൾ നടത്തി SDPI പുന്നേർകുളം പഞ്ചായത്ത് കമ്മിറ്റി. അണ്ടത്തോട് പാപ്പാളി കിണർ ബീച്ച് റോഡ് വർഷങ്ങളായി തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് വാഴനടൽ, ഞാറുനടൽ, വസ്ത്രമലക്കൽ തുടങ്ങിയ മത്സര പരിപാടികളോടെ വേറിട്ട പ്രതിഷേധം നടത്തിയത്. പരിപാടികൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച് ഏറ്റവും അധികം പേർ കാണുന്ന വീഡിയോ, ഏറ്റവും നല്ല സെൽഫി, നല്ല ട്രോളൻ, കൂടുതൽ പേർ കാണുന്ന സ്റ്റാറ്റസ് എന്നിവയ്ക്ക് ഒന്നാം സമ്മാനം 1000 രൂപയും രണ്ടാം സമ്മാനം 1 കുല പഴവും നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. SDPI ജില്ലാ ട്രഷറർ യഹിയ മന്ദലാംകുന്ന് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സക്കറിയ പൂക്കാട്ട് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുബൈർ അനീക്കൽ, പാപ്പാളി ബ്രാഞ്ച് പ്രസിഡന്റ് ആഷിഫ് മാലിക്കുളം, കിണർ ബ്രാഞ്ച് പ്രസിഡന്റ് റാഷിദ് കോലയിൽ, കുമാരൻപടി ബ്രാഞ്ച് പ്രസിഡന്റ് തൗഫീഖ് മാലിക്കുളം, മജീദ് തെക്കേക്കാട്ടിൽ, നൌഷാദ്, അസ്കർ, അൻഷാദ്, നിസാർ എന്നിവർ നേതൃത്വം നൽകി. പുന്നേർകുളം സംസ്കാര GCC സംഘടിപ്പിക്കുന്ന VP മാമു സ്മാരക വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 3-ന് AEO ഓഫീസിന് സമീപത്തെ സംസ്കാര GCC ഓഫീസിൽ നടക്കുന്ന ചടങ്ങ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയാകും. ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെയും മറ്റു മേഖലയിൽ മികവ് തെളിയിച്ചവരെയും ആദരിക്കും. സാംസ്കാരിക സംഗീത കൂട്ടായ്മയായ താൾ ഓഫ് സംസ്കാരിക്കും ചടങ്ങിൽ ആരംഭം കുറിക്കും. ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അഹമ്മദ് സഹൽ, ഇന്ത്യ നേപ്പാൾ ഇന്റർനാഷണൽ സ്പോർട്സ് യോഗാസന ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ജിജമോൾ, യൂറോപ്യൻ കമ്മീഷന്റെ മേരി ക്യൂറി ഫെലോഷിപ്പ് കരസ്ഥമാക്കിയ ഐശ്വര്യ, അക്യുപഞ്ചർ പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ഷഹീറ ഷെരീഫ്, NPC മിസ്റ്റർ കേരള ചാമ്പ്യൻഷിപ്പിൽ 4ാം സ്ഥാനം നേടിയ KS അബ്ജിത്ത് എന്നിവരെയും ചടങ്ങിൽ അനുമോദിക്കും. സംസ്കാര ജനറൽ സെക്രട്ടറി TM ഷമീദ്, കോർഡിനേഷൻ ചെയർമാൻ MK രഘുനാഥ്, മൂസക്കുട്ടി, V ഷഹീൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ ലിറ്റിൽ ഫ്ലവർ സെന്റർ ഫോർ ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് IQAC, IAC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിനും ശിക്ഷണ ശില്പശാലയ്ക്കും തുടക്കം കുറിച്ചു. ഗുരുവായൂർ നഗരസഭ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ KA ഷിനോജ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പാൾ സിസ്റ്റർ Dr. J. ബിൻസി അധ്യക്ഷയായി. സ്ത്രീ ശാക്തീകരണത്തിന് മികച്ച മാതൃകയായ പൊന്നാനി തെയ്യങ്ങാട് വെളിച്ചം സ്റ്റോറുമായി സഹകരിച്ചാണ് ശില്പശാല നടത്തിയത്. Dr. EJ ജെസി, Dr. സിതാര K. ഉറുമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. എളവള്ളി പഞ്ചായത്തിൽ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ കർമ്മ പദ്ധതി രൂപീകരണത്തിന് തുടക്കമായി. പ്രാഥമികം, ദ്വിതീയം എന്നിങ്ങനെ 2 തലങ്ങളിലായാണ് കർമ്മ പദ്ധതി തയ്യാറാക്കുന്നത്. പ്രാഥമിക തലത്തിൽ ജനപ്രതിനിധികൾ, BMC അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർക്കായി ഏകദിന ശില്പശാലയോടുകൂടിയാണ് തുടക്കം കുറിച്ചത്. പദ്ധതിയുടെ ഭാഗമായുള്ള ശില്പശാല മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. ജൈവവൈവിധ്യ ബോർഡ് തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ ഫ്രാൻസിസ് വിഷയാവതരണം നടത്തി. ജനപ്രതിനിധികളായ NB ജയ, സീമ ഷാജു, രാജി മണികണ്ഠൻ, PM അബു, ശ്രീബിത ഷാജി, ലിസി വർഗീസ്, ജീന അശോകൻ, സുന്ദരൻ കരുമത്തിൽ, ഷാലി ചന്ദ്രശേഖരൻ, ജൈവവൈവിധ്യ പരിപാലന സമിതി കൺവീനർ CT ജാൻസി തുടങ്ങിയവർ സംസാരിച്ചു. ഓഗസ്റ്റ് 4 മുതൽ 13 വരെ സംഘടിപ്പിക്കുന്ന വാർഡ് തല ഫോക്കൽ ഗ്രൂപ്പ് ചർച്ചകളിൽ പരമ്പരാഗത അറിവുടമകൾ, കർഷകർ,
മത്സ്യബന്ധനം നടത്തുന്നവർ, സാമൂഹ്യ സേവകർ, അധ്യാപകർ, ഗവേഷകർ എന്നിവർ പങ്കെടുക്കും. ദ്വിതീയ തലത്തിൽ ലഭ്യമായ അറിവുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ ജൈവവൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കാനുതകുന്ന കർമ്മ പദ്ധതികൾ അവസ്ഥാ വിശകലനത്തിലൂടെ കണ്ടെത്തി പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിച്ച തീരുമാനം സഹിതം സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ അംഗീകാരത്തിന് സമർപ്പിക്കും. അംഗീകാരം ലഭിച്ച ജൈവവൈവിധ്യ പരിപാലന കർമ്മ പദ്ധതികൾ ഗ്രാമപഞ്ചായത്തിന്റെയും അനുബന്ധ വകുപ്പുകളുടെയും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സമയബന്ധിതമായി നടപ്പിലാക്കും. അതത് വകുപ്പുകളുടെ നിർവഹണ ഉദ്യോഗസ്ഥരാണ് പദ്ധതി നടപ്പിലാക്കുക. 2 ലക്ഷം രൂപയാണ് ജൈവവൈവിധ്യ ബോർഡ് കർമ്മ പദ്ധതി രൂപീകരണത്തിനായി അനുവദിച്ചിട്ടുള്ളത്. പെരുമ്പിലാവ് അൻസാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ദീർഘകാലം സേവനമനുഷ്ഠിച്ച് വിരമിക്കുന്ന ജീവനക്കാർക്കായി യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. സ്കൂൾ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ ഷൈനി ഹംസ അധ്യക്ഷത വഹിച്ചു. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ PA ഷഹീദ്, ജൂനിയർ പ്രിൻസിപ്പൽമാരായ സാജിദ റസാഖ്, റിവ്യ KR, ഫരീദ ഇ മുഹമ്മദ്, അക്കാദമിക് കോർഡിനേറ്റർ നിമ്മി MK, ഓഫീസ് എക്സിക്യൂട്ടീവ് MA ഷാജഹാൻ, റിക്രൂട്ട്മെന്റ് എക്സിക്യൂട്ടീവ് OA ചന്ദ്രൻ, ബുക്ക് സ്റ്റോർ ഇൻചാർജ് MA കമറുദ്ദീൻ, ഹൌസ് കീപ്പിംഗ് സൂപ്പർവൈസർ പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിൽ നിന്നും വിരമിച്ചവരാ ഖാലിദ്, വിജയേന്ദ്രൻ, നദീറ, വത്സല എന്നിവർക്കുള്ള ഉപഹാരം ഡോക്ടർ നജീബ് മുഹമ്മദ് സമ്മാനിച്ചു. CPM എളവള്ളി ലോക്കൽ കമ്മിറ്റി അംഗവും DYFI നേതാവുമായിരുന്ന PV സുരേഷ് ബാബുവിന്റെ 5ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. എളവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ദിനാചരണം മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി PA ഷൈൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, TK ചന്ദ്രൻ, KM പരമേശ്വരൻ, KP രാജു, TK സംജിത്ത്, TD സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി പടിഞ്ഞാറെ പട്ടിശ്ശേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. കർക്കടകം 1-ാം തീയതി രാവിലെ 5 മണിക്ക് നട തുറന്നതിനു ശേഷം നിർമ്മാല്യ ദർശനം, അഭിഷേകം, മലർ നിവേദ്യം, ഗണപതി ഹോമം, ഉഷപൂജ, പായസ നിവേദ്യത്തോടുകൂടിയ ഉച്ചപൂജയും ഉപദേവന്മാർക്കുള്ള നിവേദ്യവുമുണ്ടായി. ക്ഷേത്രം ഊരാളൻ ഡോക്ടർ പാഴൂർ ദാമോദരൻ നമ്പൂതിരി, മേൽശാന്തി അരവിന്ദ് ചൌബി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിൽ പ്രദീപ് ചെറുവാശ്ശേരിയുടെ രാമായണ പാരായണവും നടക്കുന്നുണ്ട്. ജൂലൈ 27 ഞായറാഴ്ച രാവിലെ വിശേഷാൽ ഗണപതി ഹോമവും വൈകിട്ട് ഭഗവത് സേവയും നടക്കും. പട്ടിശ്ശേരി ദേവസ്വം കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകും. കരിക്കാട് മേഖല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണം കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി NK അലി ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് OK മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KA ശിവരാമൻ, ജനറൽ സെക്രട്ടറി ജമാൽ കരിക്കാട്, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ അബു പുത്തൻകുളം, KH ഷാജി, പ്രിയദർശിനി ചാരിറ്റി പ്രസിഡന്റ് KA ഗോപിനാഥൻ, മുഹമ്മദ് അലി, ലത്തീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,060 രൂപ, പവന് 72,480 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 121 രൂപ. ചരമം പുന്നേർകുളം ചെറായി പരേതനായ മാമ്പറ്റ് കണ്ടക്കുട്ടിയുടെ മകൻ പ്രസാദ് നിര്യാതനായി. 51 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുധ ഭാര്യയും അതുൽ കൃഷ്ണ, അതുല്യ എന്നിവർ മക്കളുമാണ്. കണിയാമ്പാൽ ചീരംകുളം ക്ഷേത്രത്തിന് സമീപം മണിയന്ത്ര മാക്കു മാധവി ദമ്പതികളുടെ മകൻ ചന്ദ്രൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ലളിത ഭാര്യയും പ്രിയ ജയശ്രീ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ അയ്യന്തോൾ മാർക്കറ്റിന് സമീപമുണ്ടായ അപകടത്തിൽ ബസ് തലയിൽ കയറി ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. ഫെഡറൽ ബാങ്ക് കുന്നംകുളം ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജർ എൽത്തുരുത്ത് ലാലൂർ സ്വദേശി 32 വയസ്സുള്ള ആബേലാണ് മരിച്ചത്. സംഭവത്തിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടി. ചൂണ്ടൽ ചിറപ്പറമ്പിൽ നിന്നും ലക്ഷങ്ങളുമായി വൻ ചീട്ടുകളി സംഘത്തെ പിടികൂടി. 16 പേരടങ്ങുന്ന സംഘത്തിൽ നിന്ന് 17,70,000-ത്തിലധികം രൂപയും മൊബൈൽ ഫോണുകളും പോലീസ് സംഘം പിടിച്ചെടുത്തു.
ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച് കേരളത്തെ പട്ടിണിയിലാക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് AIYF ദേശീയ കൌൺസിൽ അംഗം പ്രസാദ് പരേരി. ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച് കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് AIYF തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുരിയച്ചിറയിലെ സെൻട്രൽ വെയർ ഹൌസിംഗ് കോർപ്പറേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പ്രസാദ് പരേരി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.